നരേന്ദർ ദാമോദർ ദാസ് മോദി. ഈ പേര് പരിചിതമല്ലാത്ത ആൾക്കാർ കുറവായിരിക്കും. ഇന്ന് ലോക രാജ്യങ്ങൾക്കിടയിലും ഏറ്റവും പ്രിയപ്പെട്ട നേതാവ്. 2026 അദ്ദേഹം കുറിച്ചിടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റെക്കോർഡാണ്. അതായത് തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി എന്ന നേട്ടം ഇനി മുതൽ നരേന്ദ്രമോദിക്കാണ്. ഇതിനു മുൻപ് വരെ അത് ജവഹർലാൽ നെഹ്റുവിനായിരുന്നു. അപ്പോഴും ഒരു സംശയം നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട്, അല്ലെ? 1947 മുതലേ നെഹ്റു പ്രധാനമന്ത്രിയാണല്ലോ. എന്നാൽ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 1952 ആദ്യമായിട്ട് നെഹ്റു തിരഞ്ഞെടുപ്പിലൂടെ പ്രധാനമന്ത്രിയാകുന്നത്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾ വരുത്തി വെക്കുക. ഇനി എന്തൊക്കെയാണ് നരേന്ദ്രമോദിയുടെ മറ്റ് പ്രത്യേകതകൾ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത 2014 അദ്ദേഹം ആദ്യമായിട്ട് അധികാരത്തിലെത്തുമ്പോൾ നേടിയതാണ്. അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 1950 അദ്ദേഹം ജനിക്കുന്നത്. അത് മാത്രമല്ല, ഏകദേശം 9000-ലധികം ദിവസങ്ങൾ അദ്ദേഹം പ്രധാനമന്ത്രിയായും ഗുജറാത്ത് മുഖ്യമന്ത്രിയായും ഈ രണ്ടും കൂടി ചേർക്കുമ്പോൾ 9000-ലധികം ദിവസങ്ങൾ അദ്ദേഹം ഒരു പ്രധാന പദവിയിൽ ഇരിക്കുകയാണ്. 12 വർഷവും 227 ദിവസവുമാണ് അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരുന്നത്. ഇനി അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരിലൊരു സ്റ്റേഡിയം ഉണ്ട്, നരേന്ദ്രമോദി സ്റ്റേഡിയം. എവിടെയാണെന്നറിയോ? അഹമ്മദാബാദ്. 2014 ആദ്യമായിട്ട് പ്രധാനമന്ത്രി പദത്തിലെത്തിയ മോദി 2019-ലും 2024-ലും അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റിരുന്നു. സോ ആ സമയത്ത് അദ്ദേഹം നേടിയ മറ്റൊരു പ്രധാനപ്പെട്ട റെക്കോർഡ് കൂടിയുണ്ട്. അതായത് തുടർച്ചയായിട്ട് 3 തവണ പ്രധാനമന്ത്രിയാകുന്ന ഏക കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി കൂടിയാണ് മോദി. ഇനി ഇതിന് പുറമെ തന്നെ 30-ലധികം രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര ബഹുമതികളും മോദിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ റെക്കോർഡുകൾ ഇനി എന്നെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും തിരുത്തുമോ എന്ന് കാലം സാക്ഷ്യപ്പെടുത്തും.